മണിപ്പൂർ മുഖ്യമന്ത്രിയായ എൻ ബീരേൻ സിംഗിനെ രാജിവെപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് മുൻ മുഖ്യമന്ത്രിയായ ഒക്രാം ഇബോബി സിംഗ് പറഞ്ഞിരിക്കുകയാണ്. മണിപ്പൂരിൽ നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളും കോൺഗ്രസ് ആണ് നേടിയത്. ഔട്ടർ മണിപ്പൂരിലും ഇന്നർ മണിപ്പൂരിലും കോൺഗ്രസിൻ്റെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കണ്ടത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ 2ാം ഭാരത് ജോഡോ ന്യായ് യാത്ര തുടങ്ങിയത് മണിപ്പൂരിൽ നിന്നാണ്. അവസാനിച്ചത് നവി മുംബൈയിൽ, അതായത് മുംബൈ പട്ടണത്തിലായിരുന്നു അതിൻ്റെ സമാപനം. മണിപ്പൂരിൽ പിന്നെയും രാഹുൽ ഗാന്ധി നിരവധി തവണ സന്ദർശിച്ചു. ഇതിനിടയിൽ ഒരിക്കൽ പോലും സന്ദർശിക്കാനോ അതിനെക്കുറിച്ച് പറയാനോ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയുണ്ട്. സുപ്രധാന പങ്ക് വഹിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നും ഒരിക്കലും അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ കഴിയില്ല. അദ്ദേഹമാണ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി. ഒന്നാലോചിക്കണം, BJP അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനം ദേശീയ തലത്തിൽ എത്രയെങ്കിലും വിഷയങ്ങൾ മണിപ്പൂരിനെ കുറിച്ച് പലരും ഉന്നയിക്കുമ്പോഴും പ്രധാനമന്ത്രിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. വാസ്തവത്തിൽ ഇതാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ കെടുകാര്യസ്ഥത എന്നതിൽ ഒരു സംശയം വേണ്ട. വർഗസമരം അല്ലെങ്കിൽ ജാതീയപരമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഉച്ചനീചത്വം നിറഞ്ഞാടുന്ന ഒരു സംസ്ഥാനത്ത് അവിടെ മുഖ്യമന്ത്രി ഒരു പ്രത്യേക വിഭാഗത്തിലായതുകൊണ്ട് അവർക്ക് വേണ്ടി നിശബ്ദമായി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. ഇപ്പോഴിത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, കൂകി MLA-മാരെ കണ്ട് സംസാരിക്കാം, അവിടുത്തെ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായും ഒരു നടപടിയെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വിശദമായി തന്നെ പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ്. കൃത്യമായും ബീരേൻ സിംഗിന് അറിയാം, രാജിയല്ലാതെ മറ്റൊരു വഴിയില്ല. നിലവിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ BJP എന്നത് ഒരു രീതിയിലും അവിടെ ഒരു സീറ്റിലും വിജയിക്കാൻ സാധ്യതയില്ല എന്ന് ഏറ്റവും നന്നായി അറിയുന്ന ഒരു നേതാവാണ് എൻ ബീരേൻ സിംഗ്. കഴിഞ്ഞ തവണത്തെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ബീരേൻ സിംഗിനായിരുന്നുവെങ്കിൽ ഇനി അങ്ങോട്ട് BJP അവിടെ കാൽ തൊടാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള സർവാധിപത്യം കോൺഗ്രസ് നേടിക്കഴിഞ്ഞിരിക്കുന്നു. അത് ലോക്സഭയിൽ കൃത്യമായി അവിടുത്തെ സീറ്റുകളുടെ കാര്യത്തിൽ ക്ലിയർ കട്ടായി മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ BJP വല്ലാതെ ഉഴറുന്നത്. ഉത്തർപ്രദേശ് പോലെ തന്നെ മണിപ്പൂരും ഒക്കെ കയ്യിൽ നിന്നും നഷ്ടപ്പെടും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജിവെക്കാൻ സാധ്യതയുള്ള 2 മുഖ്യമന്ത്രിമാരിൽ ഒരാൾ യോഗി ആദിത്യനാഥും മറ്റൊരാൾ ബീരേൻ സിംഗുമാണ്. 2 BJP മുഖ്യമന്ത്രിമാരുടെയും രാജി സമാന സാഹചര്യങ്ങളിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് വിവക്ഷിക്കപ്പെടുന്നുമുണ്ട്. അങ്ങനെ വന്നാൽ തീർച്ചയായും അവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് തിരികെ എത്തും എന്നുള്ളതാണ്. കോൺഗ്രസ് ഒരവകാശവാദവും പറയുന്നില്ല. മണിപ്പൂർ ജനതയ്ക്കുണ്ടായ നഷ്ടം തന്നെയാണ്. അത് നികത്താൻ ഇനി കഴിയുന്നതല്ല. പക്ഷേ ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതലെങ്കിലും എടുക്കാൻ ഒരു സർക്കാരിന് കഴിയാതെ പടുകുഴിയിലിരിക്കുന്നത് ബീരേൻ സിംഗിൻ്റെ സർക്കാർ മാത്രമാണ്. ആ അവസ്ഥയിലും പ്രധാനമന്ത്രി ഒന്നും തന്നെ ഉരിയാടാത്തത് വല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണെന്ന് ഇബോബി സിംഗ് പറയുന്നു.